ഹായ് ഗൈസ്, എൻ്റെ ഒരു മുനവർ മുനു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവുക. ഞാനൊരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. എനിക്കെതിരെ ഒരു അലിഗേഷൻ കുറച്ച് ദിവസം മുമ്പ്, ഒരു കറക്റ്റ് പറയുകയാണെങ്കിൽ 17-ാം തീയതി ഒരു റീലായിട്ട് വന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഓൾറെഡി ഒരു 11 ലക്ഷം പേര് കണ്ടിട്ടുണ്ട് ആ വീഡിയോ. അപ്പോൾ അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ അറിവും സംഭവത്തോടു കൂടി ഒരു പെൺകുട്ടിക്ക് അബോർഷൻ 50,000 രൂപ കൊടുത്തു എന്നാണ് അതിൽ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നും എൻ്റെ അറിവിൽ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയായത്. അപ്പോൾ ഇത് തികച്ചും എന്താ പറയുക, തെറ്റിദ്ധരിപ്പിക്കലാണ്. ഞാൻ അതിനെതിരെ ഒരു ഡിഫോമേഷൻ കേസ് തന്നെ ഇവിടെ സൈബറിൽ ഫയൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനൊരു കേസ് വന്നതുകൊണ്ട് തന്നെ എൻ്റെ ഹക്കീമിനെതിരെയല്ലേ കേസ് വരാം? അല്ലേ ഹക്കീമിൻ്റെ പേരിലല്ലേ വരാം? അല്ലേ ഹക്കീമല്ലേ? ഹക്കീമിൻ്റെ പേരിലല്ലേ വരാം? യുവർ ഒപ്പീനിയൻ, എന്തൊപ്പീനിയൻ? ഞാനെന്തായാലും ഇതിൽ ഒപ്പീനിയൻ പറയണ്ടേ? അടിപൊളി. ഫാമിലിക്ക്, എനിക്ക്, എൻ്റെ വേണ്ടപ്പെട്ടവർക്കൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ട്. എല്ലാവർക്കും എന്താ പറയുക, ഇതിൻ്റെ പേരിൽ പല പ്രശ്നങ്ങളിപ്പോൾ എന്നോട് തന്നെ പലരും ചോദിക്കുന്നുണ്ട്. ഇങ്ങനൊരു സംഭവം ഇല്ലാത്തതാണെന്ന് എനിക്ക് എത്ര പേരോട് പറയാൻ പറ്റുമെന്നറിയില്ല. അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ഇട്ട് ഞാനിത് പറയുന്നത്. യാതൊരു തെളിവുകളും ഇല്ലാത്ത ഇത്തരം ഫേക്ക് അലിഗേഷൻസുമായിട്ട് ഇനി ആരെങ്കിലും വരികയാണെങ്കിലും എന്തെങ്കിലും വീഡിയോസ് വരികയാണെങ്കിലും തീർച്ചയായും ഞാൻ നിയമപരമായിട്ട് തന്നെ മുമ്പോട്ട് പോകാനാണ് എൻ്റെ തീരുമാനം. ഇതിൻ്റെ ഇപ്പോൾ നടക്കുന്ന കേസിൻ്റെ അപ്ഡേറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഹായ് ഗൈസ്, എൻ്റെ ഒരു മുനവർ മുനു എന്ന് പറഞ്ഞാൽ ഓക്കെ വിട്, എനിക്കൊന്നും പറയാനില്ല മുത്തേ. അല്ല, കംപ്ലീറ്റ്ലി ഞാൻ വിട്ട കേസാണ്. മനസ്സിലാ, കംപ്ലീറ്റ്ലി ഞാൻ വിട്ട കേസാണ്. എനിക്കിനിപ്പോൾ ഇതിനെ കുറിച്ചൊന്നും പറയാനൊന്നും താല്പര്യമില്ല. ഞാൻ എൻ്റെ കാര്യങ്ങളുമായിട്ട് ഞാനങ്ങ് പോയിക്കോളാം. മുനു എൻ്റെ കാസറ്റ് പറയുന്നതിൽ വല്ല സത്യമുണ്ടോ? ഞാനൊന്നും പറയുന്നില്ല ബ്രദർ, ഞാനൊന്നും പറയുന്നില്ല. മനസ്സിലാ? ഇനി അവരെന്തായി കൊണ്ടുവരട്ടെ, ബാക്കി നമുക്കപ്പോൾ പറയാം. ഞാൻ പറഞ്ഞല്ലോ 60% മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി 40 എടുക്കാൻ അവര് ഇതാകുന്ന സമയം വരട്ടെ, അപ്പം നമുക്ക് ബാക്കി പറയാം. അവര് വരട്ടെ, എണീച്ച് വരട്ടെ, അപ്പം നമുക്ക് ബാക്കി പറയാം. ഇനി ഇത് പിടിക്കുകയാണെങ്കിൽ ഞാനിത് വിട്ട കേസാണ്. ഇനിയിപ്പോൾ അവർക്ക് ഇത് പിടിക്കണം താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് പിടിക്കാം.